വെൽക്കം ബാക്ക്. ഫ്രിക്ഷൻ എന്ന ചാപ്റ്ററിലെ പാർട്ട് 2 സെക്ഷനാണ് ഇന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ് us സ്റ്റാർട്ട് അവർ ക്ലാസ്. ഇന്ന് നമ്മൾ ലുബ്രിക്കേഷൻ എന്താണെന്നാണ് ആദ്യം പറയുന്നത്. ഫ്രിക്ഷൻ എന്ന പോർഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മെഷീൻ കൂടുതൽ കാലം യൂസ് ചെയ്യുമ്പം ആ മെഷീന് വിയർ ആൻഡ് ടിയർ സംഭവിക്കാം, അഥവാ തേയ്മാനം സംഭവിക്കാം. അപ്പം ഈ വിയർ ആൻഡ് ടിയർ എഫക്റ്റീവായിട്ട് റിസോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ലുബ്രിക്കേഷൻ. സോ വാട്ട് ഈസ് ലുബ്രിക്കേഷൻ? രണ്ട് മൂവിങ് ആയിട്ടുള്ള ഒരു മെഷീൻ്റെ രണ്ട് മൂവിങ് പാർട്ടുകൾക്ക് ഇടയിലുള്ള ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ലുബ്രിക്കൻസ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ലുബ്രിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സീ ദിസ് ഫിഗർ. ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് നോൺ ലുബ്രിക്കേറ്റഡ് ആണ്. ഇവിടെ എന്താ പ്രത്യേകത? ഈ രണ്ട് മൂവിങ് പാർട്സ്, ഒരു മെഷീൻ്റെ രണ്ട് മൂവിങ് പാർട്ടുകൾക്ക് ഇടയിൽ ഒരു ഇറഗുലാരിറ്റീസ് ഉണ്ടായിരിക്കും. അതൊരിക്കലും നമുക്ക് നേക്കഡ് ഐ വെച്ച് കാണാൻ പറ്റില്ല. ഓക്കെ, ഈ ഇറഗുലാരിറ്റീസാണ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നത്. അത് മെഷീൻ്റെ ലൈഫ് സ്പാനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ നെക്സ്റ്റ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അത് ലുബ്രിക്കേറ്റഡ് ആണ്. എന്താ അവിടെ വ്യത്യാസമെന്ന് നോക്കുക. ആദ്യത്തെ ഫിഗറിൽ നിന്നും വ്യത്യാസമായി ഈ ഫിഗറിൽ നമ്മൾ ലുബ്രിക്കൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഈ ലുബ്രിക്കൻസ് ഈ ഇറഗുലാരിറ്റിയിൽ കൂടെ ഒക്കെ കടന്നു ചെന്നിട്ട് ഒരു തിൻ ഫിലിം ഉണ്ടാക്കും. ഓക്കെ, അങ്ങനെ ഒരു തിൻ ഫിലിം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അഥവാ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുവഴി മെഷീൻ്റെ ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ലുബ്രിക്കേഷൻ ആണ്. 3 ടൈപ്പ് ലുബ്രിക്കേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം, സെക്കൻഡ് വൺ ഫോഴ്സ് ഫീഡ് സിസ്റ്റം, തേർഡ് വൺ സ്പ്ലാഷ് ഫീഡ് സിസ്റ്റം. ഇതെന്താണെന്ന് നമുക്ക് ബ്രീഫായിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് ഗ്രാവിറ്റി ഫീഡ്. ഈ ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റത്തിനെ നമ്മൾ ഡ്രിപ്പ് ഫീഡ് സിസ്റ്റം എന്നും പറയാറുണ്ട്. അപ്പം എന്താണ് ഈ ഒരു ലുബ്രിക്കേഷൻ മെത്തേഡിൻ്റെ പ്രത്യേകത? ഇവിടെ ഡ്രിപ്പായിട്ടാണ് ലുബ്രിക്കൻസ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു കണ്ടിന്യൂസ് ആയി ലുബ്രിക്കേഷൻ ഇവിടെ നെസസറി അല്ല ഈ ഒരു മെത്തേഡ് വഴി. അപ്പോൾ ഈ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ ഗ്രാവിറ്റി ഫീഡ്, ഇവിടെ ലുബ്രിക്കൻസ് ഒഴുകുന്നത് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റിയാണ്. അല്ലാതെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഗ്രാവിറ്റീൻ്റെ ഇൻഫ്ലുവൻസിലാണ് ഇവിടെ ലുബ്രിക്കേഷൻ നടക്കുന്നത്. ദ ഗ്രാവിറ്റി ഫീഡ് പ്രിൻസിപ്പിൾ ഈസ് എംപ്ലോയ്ഡ് ഇൻ ഓയിൽ ഹോൾസ് ആൻഡ് വിക്ക് ഫീഡ് ലുബ്രിക്കേറ്റർ പ്രൊവൈഡഡ് ഓൺ മെഷീൻ. ഇത് ഓയിൽ ഹോളിലും വിക്ക് ഫീഡർ ലുബ്രിക്കേറ്ററിലുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓയിൽ കപ്പിൻ്റെ ഫിഗറാണ് ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്. സെക്കൻഡ് വൺ വിക്ക് ഫീഡിൻ്റെയാണ്. ഈ ഫിഗറിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, ഗ്രാവിറ്റി ലുബ്രിക്കേഷനിൽ എപ്പോഴും നമ്മൾ ഈ ലുബ്രിക്കൻസ് അതിൻ്റെ റിസർവോയർ ടോപ്പിലാണ് പ്ലേസ് ചെയ്യാറുള്ളത്. ഓക്കെ, അവിടുന്ന് ആ ലുബ്രിക്കൻസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി മൂവ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഡ്രിപ്പായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഫോഴ്സ് ഫീഡ് ഓർ പ്രഷർ ഫീഡ്. എന്താണ് ഈ ഫോഴ്സ് ഫീഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മെഷീൻസുകളൊക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സൊക്കെ ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഹൈ ടെമ്പറേച്ചർ രൂപപ്പെടും. ഈ ടെമ്പറേച്ചർ രൂപപ്പെടുന്നത് ഫ്രിക്ഷൻ കാരണമാണ്. ഓക്കെ, അങ്ങനെ ഈ രൂപപ്പെടുന്ന ടെമ്പറേച്ചർ അതിൻ്റെ എക്യുപ്മെൻറ്റ്സിന് എഗെയിൻസ്റ്റ് ആണ്.
അതായത് അതിൻ്റെ വർക്കിനെ അത് ബാധിക്കുന്നുണ്ട്, ഈ ഹൈ ടെമ്പറേച്ചർ. സോ ഈ ഹൈ ടെമ്പറേച്ചറിൽ നിന്നും എക്യുപ്മെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ഹൈ ഫ്ലോ ഓയിൽ ആവശ്യമാണ്. അതായത് ഹൈ വെലോസിറ്റിയിലുള്ള ഒരു ഓയിൽ ഇവിടെ ആവശ്യമാണ്. സോ നമ്മുടെ ഫോഴ്സ് ഫീഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ എന്താണ് നടക്കുന്നത്? അവിടെ ഒരു ഓയിൽ പമ്പ് ഉണ്ട്. ആ ഓയിൽ പമ്പ് അവിടെ വെച്ചിട്ടാണ് ഓയിൽസിനെ പ്രഷറൈസ് ചെയ്യുന്നത്. ഓക്കെ, ഈ പ്രഷറൈസ് ചെയ്ത ഓയിലാണ് ഡയറക്റ്റായിട്ട് റൊട്ടേറ്റിംഗ് കോമ്പണൻസിൽ അപ്ലൈ ചെയ്യുന്നത്. സോ ഈ പ്രഷറൈസ് ആയിട്ടുള്ള ഈ ഓയിൽ ഡയറക്റ്റായിട്ട് റൊട്ടേറ്റിംഗ് കോമ്പണൻസിൻ്റെ മുകളിൽ ഹൈ ഫ്ലോയിൽ വരും. സോ അവിടെ നമുക്ക് ഒരു കൂളൻ്റായിട്ട് ഈ ലൂബ്രിക്കേഷൻസ് ആക്ട് ചെയ്യുകയും അതുവഴി ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാനും പറ്റും. ഇതിന് എക്സാമ്പിൾ ഒന്ന് നോക്കാം. ടർബൈൻ ജനറേറ്റർ, ബോയിലർ ഫീഡ് പമ്പ്, കംപ്രസർ, ഗിയർ ബോക്സ്, ഇവിടെയൊക്കെ ഫോഴ്സ് ഫീഡ് സിസ്റ്റമാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. മൂവ് ഓൺ നെക്സ്റ്റ് ലൂബ്രിക്കേഷൻ മെത്തേഡ്. ഇവിടെ സ്പ്ലാഷ് ഫീഡാണ് നമുക്ക് പറയാനുള്ളത്. വളരെ സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് ലൂബ്രിക്കേഷനാണ് സ്പ്ലാഷ് ഫീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്പ്ലാഷ് ഫീഡിലെ ഒരു മെത്തേഡാണ് റിംഗ് ഓയിലിംഗ് എന്ന് പറയുന്നത്. സീ ദിസ് ഫിഗർ, ഇതാണ് റിംഗ് ഓയിലിംഗ്. സ്പ്ലാഷ് മെത്തേഡ് വളരെ സിംപ്ലസ്റ്റ് മെത്തേഡാണെന്ന് പറഞ്ഞു. അതിൽ ഒരു മെത്തേഡാണ് റിംഗ് ഓയിലിംഗ് എന്ന് പറയുന്നത്. അവിടെ ഒരു റിംഗ് ഉണ്ടായിരിക്കും. ആ റിംഗ് ഒരു ഷാഫ്റ്റുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ഈ ഫിഗർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റിംഗ് കാണാൻ പറ്റും. ഈ റിങ്ങിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ റിങ് ലുബ്രിക്കൻസുമായിട്ട് ഡയറക്റ്റ് ഡിപ്പ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ഇവിടെയാണ് ലുബ്രിക്കൻസ് ഉള്ളത്. ഈ റിങ് ലുബ്രിക്കൻസുമായിട്ട് ഡിപ്പ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. സോ ഷാഫ്റ്റ് കറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഈ റിങ്ങും കറങ്ങും. അതിൻ്റെ ഫലമായിട്ട് ഈ ലുബ്രിക്കൻസിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, ഈ റിങ്ങുമായിട്ട് ഷാഫ്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ആ റിങ് ലുബ്രിക്കൻസിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ടാവും. ഷാഫ്റ്റ് കറങ്ങുമ്പോൾ റിങ്ങും കറങ്ങും. അതിൻ്റെ ഫലമായിട്ട് ലുബ്രിക്കൻസ് ഫ്ലോ ചെയ്യുകയാണ് ചെയ്യുന്നത്. വേറൊരു മെത്തേഡാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ റൊട്ടേറ്റിംഗ് എലമെൻ്റാണ് ഓയിലുമായിട്ട് കോണ്ടാക്ട് വരുന്നത്. ഓക്കെ, ഈ റൊട്ടേറ്റിംഗ് എലമെൻ്റാണ് ഈ ഓയിലിൻ്റെ ഫ്ലോയ്ക്ക് കാരണമാകുന്നത്. ഓക്കെ, ഇതാണ് സ്പ്ലാഷ് ഫീഡ് ലൂബ്രിക്കേറ്റിൻ്റെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ റൊട്ടേറ്റിംഗ് എലമെൻറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ലുബ്രിക്കൻസ് മുകളിലേക്ക് ഫ്ലോ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഗ്രീസ് ഗണ്ണ്. എന്താണ് ഈ ഗ്രീസ് ഗണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ലുബ്രിക്കേഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകളാണ് ഗ്രീസ് ഗണ്ണ് എന്ന് പറയുന്നത്. പല ടൈപ്പ് ടൂളുകളുണ്ട്. അതിൻ്റെ നെയിം ഒന്ന് നോട്ട് ചെയ്യുക. ടീ ഹാൻഡിൽ പ്രഷർ ഗണ്ണാണ്. ഒരു ടീ ഷേപ്പ്ഡ് ഹാൻഡിൽ ഉള്ളതുകൊണ്ടാണ് ഇത് ടീ ഹാൻഡിൽ പ്രഷർ ഗൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഓട്ടോമാറ്റിക് ആൻഡ് ഹൈഡ്രോളിക് ടൈപ്പ് പ്രഷർ ഗണ്ണ്. തേർഡ് വൺ, ലീവർ ടൈപ്പ് പ്രഷർ ഗണ്ണ്. ഈ 3 ടൈപ്പ് പ്രഷർ ഗണ്ണാണ് ഇവിടെ പറയാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്ക് കട്ടിംഗ് ഫ്ലൂയിഡാണ്. കട്ടിംഗ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കട്ടിംഗ് ഓപ്പറേഷൻ നടത്താൻ സഹായിക്കുന്ന ഒരു ഫ്ലൂയിഡാണ് കട്ടിംഗ് ഫ്ലൂയിഡ്. നമ്മളൊരു മെഷീൻ ആകുമ്പോൾ പല ഓപ്പറേഷൻസുകൾ നടക്കാറുണ്ട്. ഡ്രില്ലിങ്, അങ്ങനെയുള്ള പല ഓപ്പറേഷനുകളും ഒരു മെഷീനിൽ നടക്കാറുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കട്ടിംഗ് ഓപ്പറേഷനുകൾ എഫിഷ്യൻ്റായിട്ട് നടക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പൗണ്ടാണ് കട്ടിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫങ്ഷൻ ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ് നോക്കാം. ടു കൂൾ ദ ടൂൾ ആസ് വെൽ ആസ് വർക്ക് പീസ്. ടൂളിനെയും വർക്ക് പീസിനെയും കൂൾ ചെയ്യുന്നതിന് കട്ടിംഗ് ഫ്ലൂയിഡ് ഹെൽപ്ഫുള്ളാണ്.
നെക്സ്റ്റ് വൺ, ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ചിപ്പ് ആൻഡ് ദ ടൂൾ ഫേസ് ബൈ ലുബ്രിക്കേറ്റിംഗ്. ഈ ലുബ്രിക്കേഷൻ നടക്കുന്ന സമയത്ത് ചിപ്പും ടൂളും തമ്മിലുള്ള ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനും കട്ടിംഗ് ഫ്ലൂയിഡ് ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് വൺ, ടു പ്രിവെൻറ്റ് കൊറോഷൻ ഓഫ് വർക്ക് ആൻഡ് ദ മെഷീൻ. അതായത് ഈ വർക്കിൽ കൊറോഷൻ ഉണ്ടാവുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കട്ടിംഗ് ഫ്ലൂയിഡ് ഹെൽപ്ഫുള്ളാണ്. ടു ഫ്ലഷ് എവേ ചിപ്സ്. ഈ ചിപ്സൊക്കെ ഫ്ലഷ് എവേ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ കട്ടിംഗ് ഫ്ലൂയിഡ് ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് വൺ, പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് കട്ടിംഗ് ഫ്ലൂയിഡ്. ഒരു ഐഡിയൽ കട്ടിംഗ് ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇറ്റ് ഷുഡ് ബി സഫിഷ്യൻറ്റ് വിസ്കസ് ആയിരിക്കണം. അതായത് എന്താ ഈ വിസ്കസ്? വിസ്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടിയാണ്. വിസ്കോസിറ്റി ഒക്കെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലോയ്ക്ക് എതിരെയുള്ള റെസിസ്റ്റൻസ് ആണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഹൈലി വിസ്കസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് കുറവായിരിക്കും. ലോ വിസ്കസ് ആകുമ്പോഴാണ് അത് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗുഡ് കട്ടിംഗ് ഫ്ലൂയിഡ് ആണെങ്കിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള വിസ്കസ് ഉണ്ടാവണം. നെക്സ്റ്റ് വൺ, അറ്റ് കട്ടിംഗ് ടെമ്പറേച്ചർ കൂളൻ്റ് ഷുഡ് നോട്ട് ക്യാച്ച് ഫയർ. അതായത് കട്ടിംഗ് ഫ്ലൂയിഡ് ഒരിക്കലും ഫയറിനെ ക്യാച്ച് ചെയ്യരുത്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ഹാവ് ലോ എവാബ്രേഷൻ റേറ്റ്. ഇതിൻ്റെ എവാബ്രേഷൻ റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കണം. ഇതിൻ്റെ മീനിങ് എന്താ? ഈ കട്ടിംഗ് ഫ്ലൂയിഡിൻ്റെ വർക്കിംഗ് സമയത്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമല്ലോ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഒരിക്കലും അത് എവാബ്രേറ്റ് ചെയ്ത് പോകരുത്. ഓക്കെ. അതായത് ലിക്വിഡ് ഫോമിൽ നിന്ന് ഗ്യാസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യരുതെന്ന് അർത്ഥം. നെക്സ്റ്റ് വൺ, ഇറ്റ് ഷുഡ് നോട്ട് കൊറോഡ് ദ വർക്ക് പീസ് ഓർ മെഷീൻ. വർക്ക് പീസിനെയോ മെഷീനെയോ അതൊരിക്കലും കൊറോഡ് ചെയ്യരുത്. കൊറോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? തുരുമ്പിപ്പിക്കരുത്. നെക്സ്റ്റ് വൺ, ഇറ്റ് മസ്റ്റ് ബി സ്റ്റേബിൾ ആൻഡ് ഷുഡ് നോട്ട് ഫോം ഓർ ഫ്യൂം. ഈ കട്ടിംഗ് ഫ്ലൂയിഡ് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇറ്റ് ഷുഡ് നോട്ട് ക്രിയേറ്റ് എനി സ്കിൻ പ്രോബ്ലം ടു ദ ഓപ്പറേറ്റർ. ഈ കട്ടിംഗ് ഫ്ലൂയിഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റർക്ക് ഒരിക്കലും സ്കിൻ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കരുത്. ഷുഡ് നോട്ട് ഗീവ് ഓഫ് ബാഡ് സ്മെൽ ഓർ കോസ് ഇച്ചിങ് എക്സെട്ര വിച്ച് ആർ ലൈക്ലി ടു ഇറിറ്റേറ്റ് ദ ഓപ്പറേറ്റർ ദസ് റെഡ്യൂസിങ് ഹിസ് എഫിഷ്യൻസി. അതായത് നമ്മുടെ കട്ടിംഗ് ഫ്ലൂയിഡ് ഒരിക്കലും ബാഡ് സ്മെല്ല് ക്രിയേറ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ ഇച്ചിങ് ഉണ്ടാവരുത്. ഇച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? അസ്വസ്ഥതകളൊന്നും ആ ഒരു ഓപ്പറേറ്റർക്ക് ഉണ്ടാവരുത്. സോ ഇങ്ങനെയുള്ള ഇച്ചിങ്ങോ അല്ലെങ്കിൽ ബാഡ് സ്മെല്ലോ ഉണ്ടാകുമ്പോഴാണ് ഈ ഓപ്പറേറ്ററിൻ്റെ കോൺസെൻട്രേഷൻ പോവുകയും അതിൻ്റെ ഫലമായിട്ട് ആ വർക്കിൻ്റെ എഫിഷ്യൻസിനെ അത് ബാധിക്കുകയും ചെയ്യുന്നത്. ലാസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി ട്രാൻസ്പെറൻറ്റ്. എന്താ ഈ ട്രാൻസ്പെറൻറ്റ് കാരണം? എന്താ? കടത്തിവിടുന്നതാണ് അല്ലേ? ലൈറ്റിനെയൊക്കെ കടത്തിവിടുന്നതാണ് ട്രാൻസ്പെറൻറ്റ്. അപ്പോൾ നമ്മുടെ ഫ്ലൂയിഡ് എപ്പോഴും കട്ടിംഗ് ഫ്ലൂയിഡ് എപ്പോഴും ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ, ടൈപ്പ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്. ഇവിടെ നമുക്ക് 5 ടൈപ്പ് കട്ടിംഗ് ഫ്ലൂയിഡാണ് പറയാനുള്ളത്. സ്ട്രൈറ്റ് മിനറൽ ഓയിൽ, ഫാറ്റി ഓയിൽ, സോലിബിൾ ഓയിൽ, കെമിക്കൽ സൊല്യൂഷൻ, കോമ്പൗണ്ടഡ് ഓർ ബ്ലെൻഡഡ് ഓയിൽ. ഇത്രയും കട്ടിംഗ് ഫ്ലൂയിഡാണ് നമ്മൾ നോർമൽ കട്ടിംഗ് ഫ്ലൂയിഡായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. സോ